ഓർമ്മയ്ക്കായി ഭാഗം 92. ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു ഇവൾക്ക്. താൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ആദ്യം തൻ്റെ കൈകളിലേക്ക് വീണ അവളെ അവൻ ഓർത്തു. അതിനേക്കാൾ മനോഹരിയായിരിക്കുന്നു അവളെ ആ വേഷത്തിൽ കാണാൻ. അതിനെ മാറ്റുകൂട്ടുന്നത് പോലെ അവളുടെ അംഗലാവണ്യവും മനോഹരമായ നൃത്തം കൂടിയായപ്പോൾ നാദിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ചെറു പുഞ്ചിരിയോടെയാണ് നാദും ആ സമയം അമ്മുവിനെ നോക്കിക്കൊണ്ട് നിന്നത്. അവരുടെ നൃത്തം കഴിഞ്ഞതും അവിടെ നിറഞ്ഞ കയ്യടിയായിരുന്നു. അത്രയും മനോഹരമായി തന്നെ നരിക്കുന്നൽ വീട്ടിലെ പെൺകുട്ടികൾ നൃത്തം ചെയ്തു. അതിനുശേഷം കൊച്ചപ്പച്ചൻ്റെ വീട്ടിലെ മരുമക്കളും കൊച്ചുമക്കളും കൂടിയുള്ള നൃത്തമായിരുന്നു. എന്നാൽ അത് അമ്മുവിൻ്റെയും കൂട്ടരുടെയും അത്ര ഭംഗിയുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും തോന്നി. ആൻസിയോട് എന്തോ സംസാരിച്ച് തിരിഞ്ഞ അമ്മു ആൽഫിയെ കണ്ടു. അവൻ കണ്ണുകൊണ്ട് അവളോട് വരാൻ കാണിച്ചതും അവൾ ഇല്ല എന്ന് തലയണക്കി. അവൻ കണ്ണു കോർപ്പിച്ചിട്ടും അവൾ അത് കാണാത്തതുപോലെ ഇരുന്നു. ആൻസിയും ജോലിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നമുക്ക് പോയി അവളെ ഒന്ന് വിഷ് ചെയ്യണ്ടേ? ആൻസി ചോദിച്ചു. വേണോ? അവൾ നമ്മൾ കളിയാക്കാൻ ചെന്നതാണെന്ന് പറയൂ ഇനി, ജൂലി പറഞ്ഞു. അവൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ കടമ ചെയ്യണ്ടേ? വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അമ്മുവും കൂട്ടരും എഴുന്നേൽക്കുമ്പോഴാണ് ദേ ഇച്ചാൻ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്, ജൂലി പറയുന്നത്. അത് കേട്ടതും അമ്മു തിരിഞ്ഞു നോക്കി. ഇച്ചാൻ ചിലപ്പോൾ അവൾക്ക് മഞ്ഞൾ തേച്ച് കൊടുക്കാൻ വരുന്നതായിരിക്കും, തെരേസ പറഞ്ഞു. ആ വരവ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ആൻസി പറഞ്ഞതും അപ്പോഴാണ് അമ്മുവും ശ്രദ്ധിച്ചത്. അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. മുണ്ടും മടക്കി കുത്തി ഇട്ടിരുന്ന കുർത്തയുടെ കൈ കയറ്റി വെച്ച് മീശ പിരിച്ചു കൊണ്ടുവരുന്ന അവനെ അമ്മു കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. എന്നാ ഭംഗിയാണല്ലേ, എന്നാ ലുക്കാ എൻ്റെ ഇച്ചായൻ. ഓ, ഇച്ചായനെ കോളേജിലേക്ക് ഒന്ന് കൊണ്ടുപോകണമെന്ന് കരുതിയതാ, അപ്പോഴേക്കും ഈ പെണ്ണ് കൊത്തിയെടുത്തില്ലേ. എന്നാലും സാരമില്ല, ഇനി കോളേജിൽ വരുമ്പോൾ നമുക്ക് ഇച്ചായനെ കൊണ്ടുപോവാം. നിന്റെ കെട്ടിയോനാണെന്ന് പറയണ്ട, നമുക്ക് നമ്മുടെ പുറകെ ഇച്ചായൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. അവരുടെ കയ്യിൽ നിന്നൊക്കെ ആവശ്യത്തിന് നമുക്ക് മുതലാക്കാമല്ലോ, ആൻസി പറഞ്ഞതും അമ്മു അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ, നീ എടുത്തോ നിന്റെ ഇച്ചായനെ, ആൻസി പറഞ്ഞതും ആൽഫി അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. ഇച്ചായ സ്റ്റേജിലേക്ക് കയറാൻ വന്നതാണോ? ഞങ്ങളും. ഏയ് ഇച്ചായ, എന്തേ കാണിക്കുന്നേ? പെട്ടെന്നാണ് ആൽഫി അമ്മുവിനെ 2 കൈകൾ കൊണ്ട് കോരിയെടുക്കുന്നത്. ഇച്ചായ, ആൻസി വായും തുറന്ന് വിളിച്ചതും ഞാനേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിനെയും കൊണ്ട് പോകുന്നത് കണ്ട് എല്ലാവരും പുഞ്ചിരിയോടെ ഇരുന്നു. ഇവനിതെന്താ കാണിക്കുന്നത് വല്യമ്മച്ചി? ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചതും അവനെ നരിയാണ്, അവൻ അവൻ്റെ പെണ്ണിനെയും കൊണ്ടുപോകുന്നു, അതിനിപ്പോൾ ആർക്കാ കുഴപ്പം? വല്യമ്മച്ചി ചോദിച്ചതും ഇതിപ്പോൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അത് ആൽഫിയുടെ പെണ്ണാണെന്ന്. പിന്നെ എന്താ എടുത്തി? ആൻസിയുടെ അമ്മ ചോദിച്ചു. എന്നാലും ഇതിപ്പോൾ നരി, അവനിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാവരുടെയും നോട്ടം ആൽഫിയിലും അമ്മുവിലും ആണെന്ന് കണ്ട് ഹൽദി ചടങ്ങിനായി ഇരുന്ന നീനയുടെ കണ്ണുകൾ നിറഞ്ഞു. കൊച്ചപ്പച്ചൻ്റെ ഫാമിലി എല്ലാവരും നോക്കിക്കാണുകയായിരുന്നു ആൽഫി അമ്മുവിനെ 2 കൈകളിലും കോരിയെടുത്തുകൊണ്ട് പോകുന്നത്. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ വിളിച്ചപ്പോൾ വരാൻ മടി അല്ലേടി? ആൽഫി പറഞ്ഞതും ഇച്ചായ പ്ലീസ്, എല്ലാവരും നോക്കുന്നു, താഴെ നിർത്ത്, ഞാൻ വരാം, അമ്മ പറഞ്ഞു. ഇനി നീ വരണ്ടടി പെണ്ണെ, 1 അല്ല 2 പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു, നീ വന്നില്ലല്ലോ, ഇനി ഞാൻ നോക്കിക്കോളാം. ആൽഫി, എങ്ങോട്ട് പോവാ? നിന്റെ പെണ്ണിനെയും കൊണ്ട് കേശവ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വരാടാ, ആൽഫി പറഞ്ഞു. നീയല്ലേ? പെട്ടെന്നാണ് അവിടെ മറ്റൊരു പാട്ട് വന്നത്. പാട്ട് കേട്ടതും ആൽഫി തിരിഞ്ഞു നിന്ന് അമ്മുവിനെ താഴെ നിർത്തി. പിന്നീട് അങ്ങോട്ട് ആൽഫിയുടെയും ജഗദീഷിൻ്റെയും കേശവിൻ്റെയും എൽദോയുടെയും എല്ലാം നൃത്തമായിരുന്നു. അത് കണ്ട് അമ്മു ഞെട്ടി നിന്നു. അമ്മുവിന് ചുറ്റും നിന്നാണ് അവർ കളിക്കുന്നത്. ആൽഫി അമ്മുവിൻ്റെ കൈപിടിച്ചെല്ലാം കറക്കുന്നുണ്ട്. നല്ലൊരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു അവിടെ പ്ലേ ചെയ്തത്. എല്ലാവരും തിരിഞ്ഞു നിന്ന് അവരുടെ നൃത്തം കാണുകയായിരുന്നു. അത് കണ്ടതും ആൻസിയും ജൂലിയും തെരേസയും അടക്കം അവരുടെ കൂട്ടുകാരായ ആവണി, ഐശ്വര്യ എല്ലാവരും ഓടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫിയുടെയും കൂട്ടരുടെ അടുത്തെത്തി. പിന്നീട് അങ്ങോട്ട് അവരെല്ലാവരും കൂടിയ ഡാൻസ് അടിപൊളിയായിട്ട് അവർ ആ ഡാൻസ് കളിച്ചു. ഇതിനായിരുന്നോ ഇച്ചായൻ അവളെ പൊക്കിക്കൊണ്ടുപോയത്? ഇത് ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ
ഞങ്ങളും കൂടി കൂടുമായിരുന്നില്ലേ? പക്ഷേ പറയാതെ വന്ന എൻട്രി സൂപ്പർ ഇച്ചായ, സൂപ്പർ, നിങ്ങൾ ഞങ്ങളുടെ മുത്താണ്. ആൻസി പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ കവിളിൽ ചുംബിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സർപ്രൈസ്? ആൽഫി ചോദിച്ചതും അമ്മു നാണം കെടുത്തി മനുഷ്യനെ അവൾ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ എടുത്തുകൊണ്ട് വന്നത്, വേറെ പെണ്ണിനെയല്ലല്ലോ? ആൽഫി ചോദിച്ചു. വേറെ പെണ്ണിനെടുത്ത കൊല്ലും ഞാൻ, അമ്മു പറഞ്ഞു. എങ്ങനെയുണ്ട് നിന്റെ മകൻ്റെ എൻട്രി? വല്യമ്മച്ചി ചോദിച്ചതും അമ്മച്ചിക്ക് അറിയായിരുന്നത്? ഇല്ല, ചെറിയൊരു സംശയം തോന്നിയിരുന്നു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് റൊമാൻസിക്കാനായിട്ട് എൻ്റെ നരിക്കുട്ടൻ അവളെ എടുത്തുകൊണ്ട് പോയില്ല. എന്തോ അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവരും ഹൽദി ചടങ്ങ് നടക്കുന്ന സ്റ്റേജിൽ നിന്നും അവിടെ നിന്നും തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ആൽഫിച്ചായ അടിപൊളി എന്നെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. ഇച്ചായ ഇത്ര നന്നായിട്ട് ഇച്ചാൻ ഡാൻസ് കളിക്കോ? അമ്മു ചോദിച്ചു. പിന്നല്ലാണ്ട്, ഞങ്ങളെ ഈ നാട്ടിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ആസ്ഥാന ഡാൻസുകാരാണ്, ജഗദീഷ് പറഞ്ഞതും. എന്തോന്ന് ആസ്ഥാന ഡാൻസുകാരോ? ആസ്ഥാന കോഴികളെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതൊരു പുതിയ അറിവാണല്ലോ, ആൻസി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും. ഈ നാട്ടിലെ ആസ്ഥാന കോഴി നീയാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ നിന്റെ ഇച്ഛായനുള്ളത് കൊണ്ട് മാത്രമാണ് നീ അത് കേൾക്കാത്തത്. അപ്പോൾ തന്നെ എൽദോ പറഞ്ഞു. തമാശ പറഞ്ഞതാണോ? അയ്യോ പറയായിരുന്നില്ലേ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ചേനല്ലോ, അവൾ തിരിച്ചു പറഞ്ഞു. ആ തുടങ്ങിക്കോ തല്ലുകൊടുത്തം. നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഇത് മാത്രമേ ഉള്ളൂ പിള്ളേരെ, അങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് വല്യമ്മച്ചി പറഞ്ഞു. വല്യമ്മച്ചിയുടെ പുറകെ ആൽഫിയുടെ അമ്മച്ചിയും അമ്മുവിൻ്റെ അമ്മയും ആൻറ്റിമാരും എല്ലാവരും ഉണ്ട്. എന്നാലും എൻ്റെ ആൽഫിക്കുട്ട കലക്കി. ഈ പെമ്പിള്ളേരെ മാനത്ത് നിൽക്കായിരുന്നു. ഇവരാണ് ഏറ്റവും നല്ല ഡാൻസുകാർ എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു. നിങ്ങളുടെ ഈ ഡാൻസോട് കൂടി അതവസാനിച്ചു. ഇപ്പേ 2ാം സ്ഥാനേ ഉള്ളൂ നിങ്ങൾക്ക്, കേട്ടോ? ആൻസിയുടെ അമ്മച്ചി പറഞ്ഞതും ഓ സമ്മതിച്ചു. എന്നാലും അക്കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അത് മറക്കരുത്. ഇവള് സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ആൽഫിച്ചാൻ ആരെ എടുത്ത് പൊക്കുമായിരുന്നു? ആൻസി ചോദിച്ചു. ഞങ്ങൾ ഈ വെല്ലിമിച്ചി എടുത്ത് പൊക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ആൽഫി വെല്ലിമിച്ചി എടുത്ത് പൊക്കി. എടാ ചെക്ക താഴെ നിർത്തണ, എനിക്ക് വയ്യാത്തതാണ് ഈ ചെക്കൻ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി അവൻ്റെ കവളിൽ പിടിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന നാദ് പകയോടുകൂടിയാണ് ആൽഫിയെ നോക്കിക്കൊണ്ട് നിന്നത്. അവൻ ചെന്ന് അമ്മൂനെ എടുത്തുകൊണ്ടുവരുന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നതും അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു നിൽക്കുന്നതും എല്ലാം നാദ് കണ്ടു. ഇത്രയും നാളും ഇല്ലാത്ത ഒരു വാശി, ദേഷ്യം, പക എല്ലാം നാദിന് തോന്നി. അതിന് കാരണം അമ്മു ആണെന്ന് ആ സമയം നാദ് തിരിച്ചറിഞ്ഞു. അവൾ എനിക്ക് വേണം, എൻ്റെ പെണ്ണായിട്ട്, ആ സമയം നാദ് മനസ്സിൽ പറഞ്ഞു. എന്നാൽ ആൽഫി വല്യമ്മച്ചിയെ താഴെ നിർത്തിയതും അമ്മൂനെ ചേർത്ത് പിടിക്കുന്നത് അവൻ കണ്ടു. അവളുടെ ഇടുപ്പിലൂടെയാണ് അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അവൻ്റെ കൈ ചെന്ന് നിൽക്കുന്ന ഭാഗം നോക്കിയതും നാദ് കണ്ണുകൾ മുറുക്കിയടച്ചു. അമ്മുവിൻ്റെ നഗ്നമായ വയറിലാണ് ആൽഫി കൈവച്ചിരിക്കുന്നത് എന്ന് അവൻ കണ്ടു. ആൽഫി, നിന്നതേ വല്യപ്പച്ച വിളിക്കുന്നുണ്ട്. നാളത്തെ മിന്നുകെട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് പോകാനുള്ള വാഹനം അതെല്ലാം റെഡിയാണ്. ഞാൻ ദാ വരുന്നു. അമ്മു, നീ ചെന്ന് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ആൽഫി പറഞ്ഞതും അമ്മു ആൽഫിയെ നോക്കി. എന്തിനാ ചായ? ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ചെല്, എല്ലാവരും പോയി ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വാ. എന്താ മോനെ? വല്യമ്മച്ചി ചോദിച്ചു. വല്യമ്മച്ചി, ദേ ഒറ്റെണ്ണം ദുപ്പട്ട ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കൊച്ചപ്പച്ചൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളാണ്. എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കിന് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ചെന്ന് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വാ. ആൽഫി അമ്മുവിൻ്റെ കവളിൽ പിടിച്ച് പറഞ്ഞതും ഇപ്പോൾ വരേ ചായ, അമ്മ പറഞ്ഞുകൊണ്ട് ആൻസിയെയും തെരേസയെയും ജൂലിയെയും കൊണ്ട് നടന്നു. ആവണി, നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോയി റെഡിയായിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആവണിയും ഐശ്വര്യയും നിൽക്കുന്നത് കണ്ടതും എൽദോയും കേശവും കൂടി ജഗദീഷിനെ നോക്കി. എടാ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എന്തു സംസാരിക്കാൻ? പ്ലീസ്. അവളുമാര് ഇതുവരെ മറുപടി തന്നിട്ടില്ല. ഇന്നെന്തായാലും മറുപടി കിട്ടിയേ പറ്റൂ, എൽദോ പറഞ്ഞു. ചെന്ന് ചോദിച്ചു നോക്ക്. കിട്ടി ബോധിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ കിടന്ന് കരഞ്ഞോണ്ട് വരാൻ നിൽക്കരുത് രണ്ടുപേരും, കേട്ടല്ലോ? എന്താണ് നീ അങ്ങനെ പറഞ്ഞത്?
അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു വഴിക്ക് പോവാണല്ലോ. അതെന്താടാ, ഞങ്ങൾ ഒരു പോക്ക് പോവാണെന്നാണ് നീ കരുതിയിരിക്കുന്നത്? എൽദോ ചോദിച്ചതും എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും കാണിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് ആൽഫി പോയ വഴിയെ പോയി. എന്നപ്പാ നമുക്ക് അവൾമാരെ ഒന്ന് മാറ്റി നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് കേശവും എൽദോയും പോയി. എന്നാൽ അമ്മുവും കൂട്ടരും അകത്തേക്ക് പോകുന്നത് കണ്ട നാദ് അവിടെ നിന്നും അകത്തേക്ക് വലിഞ്ഞു. അവൻ ഫോണെടുത്ത് സംസാരിക്കുന്നത് പോലെയാണ് അകത്തേക്ക് നടന്നു പോകുന്നത്. നാദ് നരിക്കുന്നൽ തറവാടിൻ്റെ അകത്തേക്ക് കയറി. ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ എല്ലാ അലങ്കാരങ്ങളും അവിടെയും ഒരുക്കിയിട്ടുണ്ട്. അവൻ അവിടെ ചുറ്റും നോക്കി, ആരെങ്കിലും ഉണ്ടോ എന്ന്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരായിട്ട് നടക്കുന്നുണ്ട്. കൂടുതലും ഫംഗ്ഷൻ നടക്കുന്നിടത്തും ഭക്ഷണം കൊടുക്കുന്നിടത്തുമാണ് ആളുകൾ. എവിടെയായിരിക്കും അവൾ? നാദ് അവിടെ നിന്നും ആലോചിച്ചു. അവൻ പതിയെ പടികൾ കയറാൻ പോയപ്പോഴാണ് നാദ് എന്നുള്ള വിളി കേട്ടത്. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. അവൻ്റെ അടുത്തേക്ക് വരുന്ന പ്രിൻസിയെ കണ്ടതും നാദ് എങ്ങോട്ട് പോകുന്നു? പ്രിൻസി ചോദിച്ചു. നാദ് പ്രിൻസിയുടെ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ അവരെ കണ്ണു കുറിപ്പിച്ചു നോക്കി. ഞാൻ എവിടെ പോകുന്നുവെന്ന് നിങ്ങളോട് പറയണോ? അവൻ ചോദിച്ചു. പറയണം. കാരണം ഇവിടെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് എൻ്റെ പെണ്ണിനെയാണ്. കാരണം നീ എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്, പ്രിൻസി പറഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? നാദ് ചോദിച്ചു. ഞാൻ കണ്ടു നീ അമ്മുവിനെ നോക്കുന്നതെല്ലാം. വേണ്ട, അത് മാത്രം വേണ്ട. അത് നരിയുടെ ഭാര്യയാണ്, അറിയാലോ. അവൻ കൊന്നു തള്ളും നിന്നെ, പ്രിൻസി പറഞ്ഞു. ആര്? ആൽഫിയോ? എന്നെയോ? എന്തിന്? അവൻ്റെ ഭാര്യയെ നോക്കി എന്ന പേരിലോ? എന്നാ കേട്ടോ, അവൻ്റെ ഭാര്യയെ നോക്കി എന്നുള്ള പേരിലല്ല, അവൻ്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ പോവാ ഈ ഞാൻ. അവളിനി എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് അവളെ ഞാൻ കൊണ്ടുപോകാൻ പോവാ. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? തടയാൻ പറ്റുമെങ്കിൽ തടയാൻ നോക്ക് നിങ്ങൾ. നാദ് പറഞ്ഞതും പ്രിൻസി ഞെട്ടലോടെ നോക്കി. നാദ്, വേണ്ട. നീ ഈ പറഞ്ഞത് ആൽഫി കേട്ടാ വേണ്ട. അവൻ മറ്റെന്തും ചിലപ്പോൾ ക്ഷമിക്കും. അവൻ അവളെ നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? വേണ്ട, ഇത് നിന്റെ നാശത്തിനാണ്, പ്രിൻസി പറഞ്ഞു. അവൻ രാമനായിരിക്കാം. സീതയെ കൊണ്ടു നടക്കുന്നത് പോലെ എവിടെ പോയാലും അവൻ കൊണ്ടു നടക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ രാവണനാണ്. സീതയെ ഞാൻ തട്ടിക്കൊണ്ടു പോകും എൻ്റെ ലങ്കയിലേക്ക്. നാദ് പറഞ്ഞതും നടക്കില്ല. ആൽഫി രാമനല്ല, നീ രാവണനായിരിക്കാം. ആൽഫി ശിവനാണ്. കേട്ടിട്ടുണ്ടോ ശിവതാണ്ഡവം? ഞാനും പറഞ്ഞു കേട്ട അറിവേയുള്ളൂ. ശിവൻ ഭാര്യയെ നഷ്ടപ്പെട്ടപ്പോൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കേട്ടിട്ടില്ലേ? ഈ ലോകം മുഴുവൻ അവസാനിപ്പിക്കാൻ വരെ പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെയായിരിക്കും ആൽഫി. അപ്പോൾ അതിന് കാരണക്കാരനായ നിന്നെ അവൻ വെറുതെ വിടില്ല. അതുകൊണ്ട് നാദ്, വേണ്ട, വിട്ടേക്ക്. അവളെ വിട്ടേക്ക്. നിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്, അത് പൂർത്തിയാക്ക നീ, പ്രിൻസി പറഞ്ഞു. എന്നെ പഠിപ്പിക്കാൻ ആയിട്ടില്ല നിങ്ങൾ. ആ സമയം നാദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ പ്രിൻസിക്ക് പേടി തോന്നി. മുഖമെല്ലാം ചുവന്ന് തീ പോലെ ഇരിക്കുന്നു. നാദ്, ഞാൻ മിണ്ടരുത്. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളഞ്ഞേക്ക്. അവളെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളീ പറഞ്ഞ ആൽഫിയെ കൊന്നിട്ടാണെങ്കിലും അവളെ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾക്ക് അറിയില്ല ഈ നാദിനെക്കുറിച്ച്. ഞാനിവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് നിങ്ങൾ കരുതിയത്. അല്ല, ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ലക്ഷ്യവുമായിട്ടാണ്. എൻ്റെ ചെറിയ പപ്പയ്ക്ക് വേണ്ടി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ചെറിയ പപ്പ. ഇവിടെ നിന്നും ഇന്നലെ അവൻ ചവിട്ടി വീഴ്ത്തിയ സ്റ്റീഫൻ മാളിയേക്കൽ എന്ന എൻ്റെ ചെറിയ പപ്പ ഇവിടെ നിന്നും ഒരു പെണ്ണിനെ മോഹിച്ചിരുന്നു, അലീന. പക്ഷേ കിട്ടിയില്ല. എന്നാൽ ചെറിയ പപ്പയുടെ ഈ മകൻ, ഈ നാദ് എബ്രഹാം, മോഹിക്കുന്നത് നരിക്കുന്നൽ വീടിൻ്റെ മഹാറാണിയാണ്, ആൽഫ്രഡ് സാമുവലിൻ്റെ
ഭാര്യയാണ് ഞാൻ സ്വന്തമാക്കിയിരിക്കുവോളെ. അതോടുകൂടി തീരും നരിക്കുന്നിൽ തറവാടിൻ്റെ നെടുന്തൂണായ ആൽഫ്രഡ് സാമുവൽ വീണിരിക്കും, വീഴ്ത്തിയിരിക്കും ഞാൻ. പിന്നെ പറഞ്ഞത് മറക്കണ്ട, ഇവിടെ കേട്ടത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കണം, മിണ്ടരുത്, കേട്ടല്ലോ? അവൻ ഭീഷണി പോലെ പറഞ്ഞ് പ്രിൻസിയുടെ നേരെ കൈ ചൂണ്ടിയതും പ്രിൻസി പേടിയോടെ ഒന്ന് പിന്നിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ നാദ് അവിടെ നിന്നും തിരിഞ്ഞുപോയി. എന്നാൽ പ്രിൻസി തളർച്ചയോടെ താഴേക്കിരുന്നു. നാദ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആൽഫി പിന്നെ തന്നെ ജീവനോടെ വെക്കില്ല. തന്നെ മാത്രമല്ല, തൻ്റെ കുടുംബം മുഴുവനും അവൻ നശിപ്പിക്കും. തൻ്റെ മകളുടെ ജീവിതം പോലും ചിലപ്പോൾ അവൻ ഇല്ലാതാക്കും. ആ സമയം പ്രിൻസിക്ക് ഒന്നും വേണ്ടായിരുന്നു എന്ന് പോലും തോന്നി. പിന്നെ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം പ്രിൻസി തിരിഞ്ഞ് പുറത്തേക്ക് പോയി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു വാതിലിന് മറയിൽ ഒരാളുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മറക്കില്ലല്ലോ ലൈക്ക്, ഹൈപ്പ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.